ഭക്തിയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ആഘോഷമാണ് ചെറിയ പെരുന്നാളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേവലം ആഘോഷത്തിനപ്പുറം പ്രാർത്ഥനാ ദിനമായി ചെറിയ പെരുന്നാളിനെ കൊണ്ടാടണം. പെരുന്നാൾ ദിനത്തിൽ ഫിത്വർ സക്കാത്തിന്റെ പ്രാധാന്യം മറക്കരുതെന്നും സാദിഖ് അലി തങ്ങൾ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഒരു മാസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് വിശ്വാസി സമൂഹം. ഭക്തിയുടെ ആഘോഷമായിട്ടാണ് ഓരോ പെരുന്നാളും കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ചെറിയ പെരുന്നാളിൽ ഒരു മാസക്കാലത്തെ നിരന്തരമായ ഇബാദത്തുകൾ, ആരാധനകൾ അതിൽ മുഴുകി കഴിയുകയായിരുന്നു വിശ്വാസി സമൂഹം. വ്രതാനുഷ്ഠാനം തന്നെയാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും പ്രാധാന്യവും. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ആരാധനയാണിത്. ഒരാൾ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് മറ്റൊരാൾക്കും അറിയാൻ സാധിക്കുകയില്ല. ദൈവവും അയാളും തമ്മിൽ മാത്രമുള്ള ഒരു ഉടമ്പടിയായിട്ടാണ് അത് മനസ്സിലാക്കുവാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള പരമമായിട്ടുള്ള വിശ്വാസമാണ് ഒരാളെ വ്രതാനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഒരു മാസക്കാലം വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ വിശ്വാസികൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭക്തിയുടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതെല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസികളുടെ ഭക്തി നിർഭരമായ ദിനരാത്രങ്ങൾ, പിന്നിട്ട ദിനരാത്രങ്ങൾ, അതിന് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ടാണ് ഈദുൽ ഫിത്തറിനെ നമുക്ക് കാണുവാൻ കഴിയുക. ഈദുൽ ഫിത്തറിൽ മാലാഖമാർ പോലും ദൈവത്തോട് സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ഈദുൽ ഫിത്തറിൻ്റെ പള്ളികളിലേക്ക് നമ്മൾ പോകുമ്പോൾ റോഡിന് അല്ലെങ്കിൽ വഴികൾക്ക് ഇരുവശവും കാരുണ്യത്തിൻ്റെ മാലാഖമാർ നിലയുറപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരോട് അള്ളാഹു പറയും, എനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചിട്ടുള്ളവരാണ് ഇവർ. ഭക്ഷണവും പാനീയങ്ങളും മറ്റ് സുഖലോലുപതയും എല്ലാം ത്യജിച്ചുകൊണ്ടാണ് ഒരു മാസം അവർ കഴിച്ചു കൂട്ടിയത്. അതിലുള്ള ആ സന്തോഷം അള്ളാഹു മാലാഖമാരോട് പങ്കുവെക്കുന്നു എന്ന് വിശുദ്ധ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഭക്തിയുടെയും ഒരാഘോഷമാണ്. എന്നതുപോലെ തന്നെ സഹജീവി സ്നേഹത്തിൻ്റെയും ആഘോഷമാണ്. പെരുന്നാളിൽ ഒരാളും പട്ടിണി കിടക്കുവാൻ പാടില്ല. എല്ലാവർക്കും സുഭിക്ഷത ഉറപ്പുവരുത്താൻ കൂടി പെരുന്നാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈദുൽ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ദാനത്തിൻ്റെ കാര്യം ചെറിയ പെരുന്നാളിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സുഭിക്ഷത ഉറപ്പുവരുത്തുക. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥനാ ദിനമായിട്ട് കൂടി പെരുന്നാളിനെ നമ്മൾ കൊണ്ടാടണം. കേവലം ആഘോഷം മാത്രമല്ല, നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം, സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹം, സാഹോദര്യം, അതുപോലെ തന്നെ ലോകത്ത് സമാധാനവും ശാന്തിയും പുലരുവാനുള്ള പ്രാർത്ഥനകൾ, ഇതിൻ്റെയൊക്കെ സമയം കൂടിയായിട്ട് പെരുന്നാൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലും പലസ്തീനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അവിടെ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് സർവശക്തനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൂടി ഈ പെരുന്നാൾ ദിനത്തെ പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.